കുട്ടികൾക്കായി സ്കൈൽ ഒരുക്കുന്നു ഓൺലൈൻ ട്യൂഷൻ 1-to-1 ട്യൂഷനും ഗ്രൂപ്പ് ട്യൂഷനും അവൈലബിൾ ആണ്. ഇനി പഠനത്തിൽ സൂപ്പർ ഹീറോ ആകാം സ്കൈലിനൊപ്പം. അജയേട്ടൻ പിന്നെ ലൊക്കേഷനിലാണെങ്കിൽ പോലും ഇപ്പൊ പുള്ളിയുടെ സീൻ കഴിഞ്ഞിട്ട് മാറിപ്പോയി ഇരിപ്പോ ആ പരിപാടിയൊന്നുമില്ല. പുള്ളിയുടെ സിനിമ വർക്ക് ചെയ്യുമ്പോൾ പുള്ളി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കും. അങ്ങനെ അതുപോലെ ബാക്കിയുള്ളവർ അഭിനയിക്കുന്നത് നോക്കി നിൽക്കും. അപ്പോൾ ഞാനൊക്കെ ചെയ്തിട്ട് ഓരോ സീൻ ചെയ്തിട്ട് വരും. പുള്ളി അത് മോണിറ്ററിൽ കണ്ടിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ പറയടാ അത് കൊള്ളായിരുന്നു, അല്ലെങ്കിൽ അത് അടുത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം, നമുക്ക് പറഞ്ഞു തരും. എനിക്ക് തോന്നുന്നു അജയേട്ടനായിരിക്കും നമ്മുടെ സിനിമ കഴിഞ്ഞിട്ട് ഇപ്പം പോലും സിനിമ പ്രോസസ്സിങ്ങിലെല്ലാം ഫുൾ ടൈം കൂടെ പ്രൊമോഷൻസിന് കൂടെ വരാറുണ്ട്. ബാക്കി പുള്ളിയെ കൊണ്ട് പറ്റുന്ന നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ മന്ദാകിനി ഫാമിലി കിട്ടി, ഇത്രയും പേരുള്ളത് ഭയങ്കര സന്തോഷമാണ്. ലൊക്കേഷനിലെ തമാശയുടെ പറയണ നമ്മള് മിസ്സായി പോകാൻ പാടില്ലാത്ത പേര് വിനീത് തട്ടിലിന്റെയാണ്. വിനീതേട്ടൻ ഇതില് ഗംഭീര ക്യാരക്ടറാണ്. ട്രെയിലറിലും കംപ്ലീറ്റ് പുള്ളിയുടെ ഡയലോഗ്സ് പുള്ളി സെയിം അതുപോലെ തന്നെയാണ്. പുള്ളിയുടെ നാട്ടിലെ കഥകൾ, അവിടുത്തെ പഴയ കാര്യങ്ങൾ, അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് പുള്ളിയുടെ 25 സിനിമക്കുള്ള കഥയുണ്ട്. എന്റെ അജയേട്ടന്റെ മെയിൻ എന്റർടൈൻമെന്റ് ഇതായിരുന്നു. കാര്യം നമ്മള് മൂന്നുപേരും ഒരുമിച്ചായിരിക്കും മിക്കവാറും സീനൊക്കെ. അപ്പൊ നമ്മളില്ലാത്ത നമ്മൾ മാറിയിരുന്ന് ഭയങ്കര കഥ കുറച്ചില്ല. പെട്ടെന്ന് ഇടയ്ക്ക് ഒരാൾ വന്നു കയറി കട കിട്ടൂല. കാര്യം തൃശ്ശൂർ മറ്റേ ഉൾത്തമിഴ് എന്നൊക്കെ പറയും പോലെ തൃശ്ശൂരിന്റെ വിനീതൻ. അപ്പൊ അത് നമ്മള് ഒരു ദിവസം കേട്ടപ്പോഴേ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ആ നാട്ടിലെ കഥാപാത്രങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ പുള്ളി പറയുമ്പോൾ നമ്മുടെ ടോമി ഇല്ലേ, ടോമി എന്ന് പറയും. ഈ ടോമിയെ എനിക്ക് അജയേട്ടനെ അറിയും. കാരണം ഞങ്ങൾ ആദ്യത്തെ സിനിമ തുടങ്ങിയപ്പോഴും വന്ന ആൾക്കാരാണ്. ബാക്കിയുള്ളൊരു ഇന്റർവെല്ലിൽ കയറി ഇരുന്ന് സിനിമ കണ്ടാൽ മനസ്സിലാവില്ലെന്ന് പറയില്ലേ, അതുപോലെ അവരുടെ അടുത്തും വിനീതട്ട് ഇങ്ങനെ പറയും ടോമി ഇല്ലേ ടോമി. അപ്പൊ അവര് ആരാ ടോമി, പക്ഷെ അവര് എന്താ പറയാ, അപ്പൊ ഭയങ്കര എന്റർടൈൻമെന്റാ വിനീതേട്ടനെ കുറെ. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഹെൽപ്പ് ചെയ്ത ഒരാളെ പുള്ളി. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ സിനിമ ഒരു അങ്കമാലി ഭാഗത്ത് നടക്കണേ. ഇപ്പൊ ഈ ആർട്ടിസ്റ്റുകളൊക്കെ പല ഭാഗത്ത്, കണ്ണൂര്, തിരുവനന്തപുരം, കുട്ടികളൊക്കെ തിരുവനന്തപുരം, അങ്ങനെ പല ഭാഗത്തുള്ളവരാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഈ സ്ലാങ് പ്രോപ്പർ അങ്കമാലിയുടെ ഒരു സ്ലാങ് അല്ലെങ്കിലും ഒരു ആലുവ അങ്കമാലി അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ തട്ടിലെല്ലാവരോടത്തും ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ കോൺവെർസേഷൻ നടത്തുമ്പോൾ തട്ടിൽ നിന്ന് ആൾക്കാർക്ക് തട്ടിൽ ഒരു അങ്കമാലി സ്ലാങ് ആണല്ലോ. അപ്പോൾ ആ ഒരു സാധനം കിട്ടി. അപ്പോൾ നമുക്കത് വലിയ റിഹേഴ്സലൊന്നും ഇല്ലാണ്ട് ആൾക്കാർ ഇതിനോട് സെറ്റായി. എനിക്കത് ഭയങ്കര കാര്യം ഞാൻ ഇപ്പൊ സിനിമയുടെ കാര്യം പറയുമ്പോൾ ആദ്യമേ കഥ സംസാരിക്കുമ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലാങ് നമ്മളതല്ല, ഇത് നമ്മൾ കാലടി അങ്കമാലി പരിപാടിയായിരിക്കും എന്ന് പറയാം. അപ്പം ഞാൻ അന്ന് മുതലേ ഈ സ്ക്രിപ്റ്റൊക്കെ ഫുൾ എൻ്റെ കിട്ടിയപ്പോൾ ചില സീനൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ആ സ്ലാങ് ഇങ്ങനെ പറഞ്ഞു. ഇവിടെ വന്നപ്പം ഫുൾ ടൈം സംസാരിക്കുന്ന തട്ടിലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുണം സ്വാഭാവികമായിട്ടും നമ്മൾ തൃശ്ശൂരിലോട്ട് എത്തും. അപ്പൊ ഈ തൃശ്ശൂരുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട് കാലടി അങ്കമാലി സ്ലാങ്. അപ്പൊ തട്ടിൽ എനിക്ക് ഭയങ്കര ഗുണം ചെയ്യുന്നു. കാര്യം ആ കൂട്ടത്തില് ഈ സ്ലാങ്ങിന് നേരെ ഓപ്പോസിറ്റ് ഒരു ഇതിന്ന് വരുന്നത് ആണല്ലോ നമ്മൾ തിരുവനന്തപുരം. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. എല്ലാ ജോണറിലുള്ള പടങ്ങളും ഇറങ്ങുന്നുണ്ട്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇറങ്ങുന്ന പടം എല്ലാം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതിലേക്ക് പോകണം. അപ്പം അതൊരു വലിയ ചലഞ്ചായിട്ട് തോന്നിയിട്ടുണ്ട്. ഇറങ്ങുന്ന പടങ്ങൾ ഹിറ്റ് ആവണത് ചലഞ്ചായിട്ട് എനിക്ക് മനസ്സിലായില്ല. അതായത് അങ്ങനെയല്ല, അപ്പൊ ഓഡിയൻസിന് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പം ഓരോ പടം ഇറങ്ങി ഹിറ്റായി പോകുമ്പോൾ ഈ പടം അപ്പൊ അടുത്തത് ഹിറ്റായിരിക്കും. പിന്നെ ഇതുപോലെ ട്രെയിലർ വരുമ്പോ പാട്ടുകൾ വരുമ്പോഴൊക്കെ ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയാണ്. അപ്പൊ അത് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ഇതൊരു ചലഞ്ച് അല്ലേ. അല്ല, നമ്മള് അതിനെപ്പറ്റി ശരിക്കും ബോധമില്ല. നമ്മള് സിനിമ ഇപ്പൊ ഡെബ്യൂ ആയാലും ആരായാലും ഇപ്പൊ നമ്മള് ആത്യന്തികമായിട്ട് തിയേറ്ററിൽ നിന്ന് ആളുകൾ ഇറങ്ങി പോകുമ്പോൾ ആൾക്കാർക്ക് അത് ഹാപ്പി ആയിട്ട് പോകണം. ആളുകൾക്ക് ഇപ്പോഴത്തെ കാലത്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ പുതിയ ഡയറക്ടറായാലും ഉള്ളവർക്കായാലും ആ ചലഞ്ച് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ മൊബൈൽ റീൽസ് ഒക്കെ ഉള്ള കാലമാണ്. അപ്പോൾ അവരെ ഫുൾ 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ അവരെ എൻഗേജ് ചെയ്ത് നിർത്തുക, എൻ്റർടൈൻ ചെയ്ത് നിർത്തുക എന്നുള്ള ഒരു സംഭവം എല്ലാ ഡയറക്ടേഴ്സിനും ഉള്ള ഒരു ചലഞ്ച് തന്നെയാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ബിഗ് ബോസ്. ഈ തവണ അങ്ങനെ അത് ഞാൻ കണ്ടത് നമ്മുടെ അസോസിയേഷൻ ഉണ്ട് ഏബിള്. അപ്പോൾ ഏബിള് ഇത് കാണാറുണ്ടെന്ന് തോന്നുന്നു. ഒരു ദിവസം പുള്ളി ഇത് വെച്ചിട്ട് ഓണാക്കിയിട്ട് പോയി, ഫോൺ വിളിച്ചൊക്കെ പോയി, അങ്ങോട്ട് പോയി. അപ്പം ഞാൻ വരയ്ക്കുകയാണെങ്കിൽ അത് ചാനൽ മാറ്റാണ്ട് ഇതിൻ്റെ പരിപാടികളൊന്നും അറിയില്ല. ആ റിമോട്ടൊന്നും അവിടെ ഇല്ല. അപ്പോൾ പിന്നെ
അത് അവിടെ ഇങ്ങനെ ഇരുന്ന് കണ്ടു ഇപ്പൊ നല്ല ഇടി ബഹളൊക്കെ അത് കൊള്ളാലോ. അവസാനം കുട്ടിച്ചാക്കിട്ട് ഒരു സ്റ്റണ്ട് പടത്തിന്റെ ഒരു ആംബിയൻസ് ഉണ്ടോ? ഇങ്ങനെ കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നത് നിങ്ങളൊക്കെ തന്നെയാണോ? പ്രതീഷ് ജേക്കബ് എന്നാണ് പേര്. നമ്മളെല്ലാരും കൂടിയിട്ട് തന്നെയാണ് പോയത്. നമുക്ക് ഓഡീഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? ഓഡീഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഒരു കാസ്റ്റിംഗ് പറ്റി നമുക്ക് ബാക്കിയെല്ലാം കിട്ടി. മഞ്ജു ചേച്ചി എപ്പോഴും കൂടെ എന്നെ വിളിച്ചോളൂ. ചേച്ചി ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ടായിരുന്നു, ബാക്കിയെല്ലാം കിട്ടി. ഡേറ്റ് പ്രശ്നമായിട്ട്. പക്ഷെ ഇപ്പോഴും ചേച്ചി ഇപ്പൊ ഞമ്മൾ വന്നിറങ്ങിയപ്പോൾ ചേച്ചി വിളിച്ചു, എന്തായി മോനെ, എന്തായി സംഭവം എന്നൊക്കെ പറഞ്ഞു. ചേച്ചി ചോദിച്ചു. ബാക്കി എല്ലാവരും നമ്മൾ ഫൈനൽ കാസ്റ്റ് ചെയ്ത ആൾക്കാർ തന്നെ വന്നിട്ടുള്ളത്. അതൊരു സന്തോഷമുള്ള കാര്യമാണ് കിട്ടുന്നുള്ളത്. വെളിപ്പെടുത്താൻ പറ്റാത്ത രഹസ്യങ്ങളാണ് അത്. സിനിമ ഇറങ്ങിയിട്ട് വേറെ പ്രൊമോഷൻ, സിനിമ ഇറങ്ങിയിട്ട് ഒന്നുകൂടെ കാണാം. അപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റും പല കാര്യങ്ങളും. അപ്പൊ ചേട്ടാ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. ഇതില് കല്യാണം എന്ന് വെച്ചാല് ഫുൾ കല്യാണം അല്ല, കല്യാണം കുറച്ച് സംഭവം. പിന്നെ കല്യാണം കല്യാണ വീട്, കല്യാണം കഴിഞ്ഞിട്ടുള്ള കല്യാണ വീട് എന്ന് പറയാം. കല്യാണ വീട്ടിൽ നടക്കുന്ന പ്രദേശത്തെ കല്യാണം കഴിഞ്ഞ് ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഇൻസിഡന്റ്, പിന്നെ ചെറിയ ട്രാവൽ. കാരണം ഈ കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ തലേന്നും കല്യാണത്തിന്റെ അന്ന് രാത്രിയാണ് കൂടുതൽ ഇൻസിഡൻസ് ഉണ്ടാവുക, നടക്കുന്നത്. കാരണം ശരിക്കും അതാണ് കല്യാണം ഡെയിലി വളരെ ന്യൂട്രലായിരിക്കും. അതാണ് കുറച്ച് ട്രാവൽ സംഭവം ഉണ്ടാവും, കുറച്ച് ട്രാവൽ പരിപാടി. ഇൻസിഡന്റ് ഇതൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ലല്ലേ. ഈ സിനിമയെ കുറിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതാണ് എല്ലാവരും ഇന്റർവ്യൂവിൽ പോയിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നതാണ്. ഇതിനെ പറ്റി ഒരു കാര്യം പറയാനുള്ളൂ, അതൊക്കെ പറയാനും പറ്റുന്നില്ല. അത് പറഞ്ഞാൽ കഴിഞ്ഞു. വീണ്ടും തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ ടെൻഡൻസി വന്നു തുടങ്ങിയാണ്. നേരത്തെയൊക്കെ കുഞ്ഞു സിനിമകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ. ഇപ്പൊ നമ്മളൊരു കുഞ്ഞു പടമാണ്, പക്ഷെ ഇപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്നുള്ളൊരു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിലേക്ക് വരണം, കാണണം. മെയിലുള്ള എല്ലാ പടം കാണണം, എല്ലാ സിനിമയും. ഇപ്പൊ എല്ലാവരും എല്ലാ സിനിമയും കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തിയേറ്ററിൽ നിന്ന് കാണുക. ഉറപ്പായിട്ടും ഒരു 2 മണിക്കൂർ സംതിങ് ചിരിക്കാനുണ്ടാവും. തിയേറ്ററിൽ പോയി പടം കാണുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് ചോദിക്കട്ടെ, ഈ റിവ്യൂ ഉണ്ടല്ലോ, തിയേറ്റർ റിവ്യൂ, അത് പടം കണ്ടിട്ട് പടത്തിന്റെ ഹാഫ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടിട്ട് ചില ആൾക്കാർ, എൻ്റെ ചുറ്റിലുള്ള എൻ്റെ ഫ്രണ്ട്സ് തന്നെ ചിലർ റിവ്യൂ കണ്ടിട്ട് പടം കാണാൻ പോകാൻ നിൽക്കും. അപ്പം ഞാൻ പറയും റിവ്യൂ കണ്ടിട്ട് പടം കാണരുത്. അതായത് നമ്മൾ പോയി കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ എന്നുള്ള നമ്മുടെ പേഴ്സൺ. അപ്പം നിങ്ങൾക്ക് എന്താണ് റിവ്യൂവേഴ്സിനോടും ഇങ്ങനത്തെ റിവ്യൂവിനോടൊക്കെ പറയാനുള്ളത്? അല്ല, അത് ഓരോരുത്തരുടെ അഭിപ്രായ അവകാശമാണ്. നമ്മൾ ബേസിനായിട്ട് പറയണമെന്നുവെച്ചെങ്കിൽ ഇപ്പോൾ വിനോദ് ഞാനൊരു പടം കാണുന്നു, വിനോദിന് വർക്കാവും, എനിക്ക് വർക്കാവില്ല. വിനോദ് ഒന്ന് പറയും, അതൊന്നും ഒന്നും പറയാൻ പറ്റില്ല. ദൈവത്തിന്റെ കയ്യിലേക്ക്. അല്ല, റിവ്യൂ അത് ചോദിച്ചാൽ ഞാൻ പറയാം. റിവ്യൂ കണ്ടിട്ട് പടം കാണാൻ പോകുന്നവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാര്യം അത് അവരുടെ ഇതാണ്. അതായത് ശരിക്കും അവരുടെ റിവ്യൂ നോക്കാതെ തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്ക് തന്നെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പറയണം, നമ്മൾ റിവ്യൂ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീട് സിനിമ അയ്യോ ഇത് അന്ന് കാണാമായിരുന്നു സംഭവം തോന്നുന്നു. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുന്നതൊക്കെ നല്ലത്. കാരണം ഞാൻ സിനിമ എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് കാണാം, അങ്ങനെ പോയി കാണുന്നതൊക്കെ നല്ലത്. കാര്യം നമുക്കും പറ്റിയിട്ടുള്ളത് റിവ്യൂ കണ്ട് മോശം എന്ന് പറഞ്ഞ സാധനം തിയേറ്ററിൽ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കുക, പോയി കണ്ടിട്ട് നമ്മൾ വിലയിരുത്താന്നുള്ളത്. പിന്നെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരോട് പറയാ വെച്ചാൽ നമ്മൾ പടം കണ്ടിട്ട് എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടാവും. അത് ചില ആൾക്കാർ സുഹൃത്തുക്കളോട് പറയും, ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നിന്ന് പറയും. അത് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഡ്യൂഡിന്റെ യഥാർത്ഥ പേരെന്താണ്? ഡ്യൂഡ് ഞാൻ പറഞ്ഞുതരാം. ഡ്യൂഡ് സ്പ്ലിറ്റ് ചെയ്ത് പറയോ? അതെ, ഡ്യൂഡ്. അയ്യോ അല്ല, എനിക്ക് കിട്ടി. ദാമോദരൻ പറഞ്ഞു കൊടുക്കുന്നത്. ദാമോദരൻ, ഉണ്ണി, മകൻ, ദിൽമൻ, ഇടക്കൊച്ചി. എനിക്ക് ഓർമ്മയുണ്ട്. 8 മുതൽ 12 വരെയുള്ള കുട്ടികൾക്കായി സ്കൈൽ ഒരുക്കുന്നു ഓൺലൈൻ ട്യൂഷൻ. 1-to-1 ട്യൂഷനും ഗ്രൂപ്പ് ട്യൂഷനും അവൈലബിൾ ആണ്. ഇനി പഠനത്തിൽ സൂപ്പർ ഹീറോ ആകാം സ്കൈലിനൊപ്പം.